പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായ നൊവേനയുടെ 3-ാം ദിനത്തിലേക്ക് കർത്താവ് നമ്മളെ ആനയിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി പറയും. അമ്മ മാതാവിൻ്റെ വലിയ മധ്യസ്ഥത്തിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, പിശാച് നമ്മുടെ മക്കളുടെ മേൽ അധികാരം അല്ലെങ്കിൽ അവകാശം, ആധിപത്യം ഉറപ്പിക്കുന്നത് ശാരീരികമായ അശുദ്ധിയിലൂടെയാണ്. ജഡത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, അശുദ്ധമായ ജീവിതം. നമുക്കറിയാം, പിശാചിന് നമ്മുടെ മേൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു പാപത്തിലേക്ക് നമ്മളെ വീഴ്ത്തണം. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, കാതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നാവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ശരീരം കൊണ്ട് തൊക്ക് ചെയ്യുന്ന പാപങ്ങൾ, അങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ പിശാച് പാപം ചെയ്യിപ്പിച്ചുകൊണ്ട് അവൻ നമ്മുടെ മക്കളുടെ മേല്, നമ്മുടെ മേല് ഒരു അവകാശം സ്ഥാപിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി കർമ്മല മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത്തില് നമുക്ക് ഈ 3-ാം ദിനത്തില് പ്രാർത്ഥിക്കാം. ഈ അശുദ്ധിയിലൂടെ പിശാച് കയറിപ്പറ്റിയാണ് നമ്മുടെ മക്കളുടെ സ്വഭാവത്തെ, പഠനത്തെ, ജോലിയെ, സകല മേഖലകളിലും പിശാച് ആധിപത്യം ഉറപ്പിക്കുന്നത്. നമുക്കറിയാം, പിശാചിന് അവകാശം കിട്ടിയ അവനൊറ്റ സ്വഭാവമുള്ളൂ. യോഹന്നാൻ 10:10, കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക. നമ്മുടെ മക്കളെ, പല മക്കളെയും ഈ പിശാച് തടസ്സപ്പെടുത്തി നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുന്ന വലിയൊരു മേഖലയാണ് ശരീരത്തില് അശുദ്ധമാക്കിക്കൊണ്ട് പിശാച് നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ മേലും അവകാശം ഉറപ്പിക്കും. നമുക്കറിയാം, ഈ പിശാച് അതിശക്തമായിട്ട് കയറിപ്പറ്റുന്ന മേഖല ജഡിക പാപങ്ങള്, മ്ലേച്ഛമായവ കാണുക. ഇന്ന് വിശുദ്ധിയില്ലാത്ത ഒരു മേഖല വളരെയേറെ വലുതാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് ആരംഭിച്ചാൽ തന്നെ, ഒരു അഫെയർ തുടങ്ങിയാൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറെ മക്കള് പല പല അഫെയറുകളും, അഫെയർ തുടങ്ങിയാൽ ഉടൻ തന്നെ ജഡിക പാപം, വിശുദ്ധിയില്ല. വ്യഭിചാരം ചെയ്യുക, ജഡിക പാപം ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് പിശാചിന് ശരീരത്തില് അവകാശം കൊടുക്കുന്ന പ്രവർത്തികൾ. പിന്നെ അത് നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക്, പിന്നെ ഒത്തിരി മക്കളുടെ സ്വഭാവമാണ് ആത്മഹത്യ ടെൻഡൻസി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ 3-ാം ദിനത്തില് നമ്മുടെ മക്കള് വിശുദ്ധരാകണം, വിശുദ്ധിയിൽ ജീവിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഉത്തരീയം എന്ന് പറഞ്ഞാൽ ഒരു ഏപ്രൺ. എന്തിനാണ് ഏപ്രൺ ധരിക്കുന്ന? ശരീരത്തില് ചെളി പിടിക്കാതിരിക്കാൻ. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ, അടുക്കളയിലോ മറ്റോ ജോലി ചെയ്യുമ്പോൾ, നമ്മുടെ വസ്ത്രത്തില് ചെളി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തീയേൽക്കാതിരിക്കാൻ വേണ്ടി, ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ധരിക്കുന്ന ഒന്നാണ് ഏപ്രൺ. ഉത്തരീയം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കാണിച്ചു തന്നു, അതാണ് ഉത്തരീയം. അപ്പൊ നമ്മുടെ മക്കളുടെ ആത്മാവിനെ, ശരീരത്തെ മലിനമാക്കാതിരിക്കാൻ, പിശാചിന് ഒരിക്കലും കയറി വന്ന് അടിമപ്പെടുത്തി അവന്റെ ഉപകരണമാക്കി നമ്മുടെ മക്കളുടെ ശരീരത്തെ മാറ്റാതിരിക്കാൻ പരിശുദ്ധ കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തില് ഉത്തരീയത്തിന്റെ ശക്തമായ സംരക്ഷണത്തിലും വാഗ്ദാനത്തിലും എന്താണ്, ഈ ഉത്തരീയം ധരിച്ച് ജീവിക്കുന്നവര് നശിക്കത്തില്ല, നശിക്കത്തില്ല. പിശാച് നശിപ്പിക്കുന്നത് ശരീരത്തിലൂടെയാണ്. അവൻ അതിൽ കയറി പറ്റിയ പിന്നെ അവന്റെ ഉപകരണമാക്കും, അവന്റെ പ്രവർത്തികൾ ചെയ്യും, അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കും. എന്തൊക്കെയാ അവൻ ഈ ശരീരത്തിലൂടെ കാട്ടിക്കൂട്ടുന്ന, ജീവിതത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്ന, നശിപ്പിച്ച് തകർത്തു കളയുന്ന വലിയ ക്രൂരതയിലേക്ക് പിശാച് നമ്മുടെ മക്കളെ നശിപ്പിച്ചു കളയും, വലിച്ചെറിക്കും. അതുകൊണ്ട് നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ, ജന്മപാപം ഇല്ലാത്ത പരിശുദ്ധ അമ്മ, പിശാചിന്
ഒരിക്കൽ പോലും അവകാശം കിട്ടാത്ത പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞ അമ്മ, കർത്താവ് കൂടെയുള്ള അമ്മ, ഒരു പാപത്തിന്റെ ലവലേശം പോലും ഏൽക്കാത്തവൾ. അതുകൊണ്ട് തന്നെ പിശാചിന് മാതാവിനെ ഭയങ്കരമായ പേടിയാണ്. അതുകൊണ്ട് മാതാവിന്റെ സംരക്ഷണം ഉറപ്പിക്കുന്ന ഉത്തരീയം ധരിച്ച് നമ്മുടെ മക്കള് ജീവിച്ചാൽ മാതാവിന്റെ സ്വത്തായിട്ട് നമ്മുടെ മക്കൾ മാറുകയാണ്. മാതാവ് അണിയിച്ച സംരക്ഷണ കവചം അത് ഭയങ്കര. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ജൂലൈ 16-ാം തീയതി കർമ്മല ഉത്തരീയം വെഞ്ചരിച്ച് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഈ ദിവസങ്ങളൊക്കെ ശരിക്കും പ്രാർത്ഥിക്കും. മനസാന്തരപ്പെടാത്ത മക്കൾക്ക് വലിയ മാനസാന്തരം, തിരിച്ചറിവ്, പാപത്തിന്റെ അവസ്ഥകള്, പിശാചിന്റെ പ്രവൃത്തികള്, നശിപ്പിക്കുന്ന ദുഷ്ട പിശാചിന്റെ പ്രവൃത്തികള്, ഇതൊക്കെ നമ്മുടെ മക്കള് മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ ബോധം നൽകി, ജ്ഞാനം നൽകി, പ്രകാശം നൽകി, ഒരു വെളിവ് നൽകി നമ്മുടെ മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ. അപ്പൊ നമ്മുടെ മക്കളുടെ വിശുദ്ധി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉത്തരീയത്തിന്റെ ശക്തമായ സംരക്ഷണ മറയിൽ നമ്മുടെ മക്കൾ വിശുദ്ധരായി ജീവിക്കണം. ഒരു അശുദ്ധിയോ ഒരു മാലിന്യമോ ഒരു പിശാചിന്റെ പ്രവൃത്തി, മദ്യം, ലഹരി, കഞ്ചാവ് അല്ലെങ്കിൽ ജടിക പാപങ്ങള്, രച്ചമായവ കാണുക, മെറ്റൽ മ്യൂസിക്, റോക്ക് മ്യൂസിക് കേൾക്കുക, ലോകാരൂപിക്കുകയും ഇടം കൊടുക്കുക, കൂട്ടുകെട്ട്, ഫുഡടി, രാത്രി ഭക്ഷണം പറയാനുണ്ടല്ലോ, രാത്രികാല ഭക്ഷണം, ഹലാല ഭക്ഷണം, അങ്ങനെയുള്ള പൈശാചിക ഭക്ഷണങ്ങള്, ഇതൊന്നും നമ്മുടെ മക്കളെ അടിമപ്പെടുത്താതെ, നശിപ്പിക്കാതെ, അതിലൂടെയൊക്കെ പിശാച് കയറി നമ്മുടെ മക്കളെ ഇല്ലാണ്ടാക്കി. എത്രയോ മക്കളെ പഠനം മുടങ്ങിപ്പോയി, മൊബൈല്, ഗെയിമുകള്, പഠനം മുടങ്ങിപ്പോയി, ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി, ഡിപ്രഷൻ, ആത്മഹത്യ ടെൻഡൻസി. അപ്പോ ഈ ഒരു തലത്തിലേക്ക് പിശാച് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിശുദ്ധി, പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി, ശരീരവിശുദ്ധി, അതിനുവേണ്ടി നമ്മൾ ഈ 3-ാം ദിനം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. വീണ്ടും പറയാണ്, സാധിക്കുന്ന മക്കള് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില് പങ്കെടുക്കുക. വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തിന് മുമ്പില് പോയിരിക്കാൻ പറ്റുന്ന മക്കള് പോയിരിക്കുക. കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ജൂലൈ മാസമാണ്. തിരുരക്തത്തിന്റെ ജപമാല നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അത് വീട്ടിൽ വയ്ക്കുക, വാഹനത്തിൽ വയ്ക്കുക, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ വയ്ക്കുക. ഈശോയുടെ ഏറ്റവും വലിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണം ആവശ്യപ്പെടുക. അങ്ങനെ ഈ കർമ്മല മാതാവിന്റെ വലിയ മധ്യസ്ഥത്തില്, ഉത്തരീയ സംരക്ഷണത്തില് കറ പിടിക്കാത്ത, ചെളിയേൽക്കാത്ത, മാലിന്യമേൽക്കാത്ത മക്കളാക്കി ഉത്തരീയത്തിൽ പൊതിഞ്ഞ്, ഏപ്രണിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, അച്ഛനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഇന്നലെ കുന്നംകുളം ഒരു കൺവെൻഷൻ ആയിരുന്നു. ഇന്നലെ രാത്രി നമുക്കറിയാം ഷെക്കേന ചാനലിൽ ലൈവായിട്ടുള്ള ശുശ്രൂഷയായിരുന്നു. വീണ്ടും അച്ഛൻ്റെ ഒച്ച കുറച്ച് കുറഞ്ഞു, വീണ്ടും തരും കർത്താവ്. പിന്നെ ഒരു കാര്യം ഞാൻ കണ്ടെടുത്തോളം, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കർത്താവ് ശബ്ദവും ആരോഗ്യവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ നൽകി നയിക്കുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് എനിക്കറിയാം. എൻ്റെ ഒച്ച അറിഞ്ഞപ്പോഴേക്കും അനേക മക്കള് അച്ഛ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അച്ഛന് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട മക്കൾ, അച്ഛനോട് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് പിടിച്ചെടുക്കണം. നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണം. കർമ്മല മാതാവിന്റെ ശക്തമായ മാധ്യസ്ഥം അതിനായി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായി നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും
ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത്. വിശുദ്ധീകരിച്ച് പാപത്തെ എടുത്തു മാറ്റി പാപക്കറകളെ കഴുകി വെടുപ്പാക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ അങ്ങയുടെ പരിശുദ്ധമായ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തി. അങ്ങയുടെ മൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ. പാപത്തിലൂടെ പിശാച് ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധ അമ്മ നൽകുന്ന ഉത്തരീയത്തിന്റെ വലിയ സംരക്ഷണത്തിൽ കറ പിടിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യാനീശോയെ ഈ നൊവേനയുടെ ഈ 3-ാം ദിനത്തില് കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തില് പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി പിശാചിന്റെ പിടിയിൽ അമർന്നു പോകാതെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥത്തില് ദിവ്യകാരുണ്യീശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളുടെ മക്കളെ രക്തത്താൽ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങ് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ നൊവേനയിൽ പങ്കുചേരാം. 3-ാം ദിനത്തിന്റെ വലിയ അഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ മാതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. കാരുണ്യനാഥേ, കർമ്മല സഭയുടെ രാജ്ഞി, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അളവില്ലാത്ത കൃപാസമുദ്രമേ, അങ്ങേ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും സ്വീകരിച്ച് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവിയുമായ കർമ്മല മാതാവേ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങയെ ഞങ്ങളുടെ അമ്മയും മധ്യസ്ഥയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. എത്രയും മഹത്വമേറിയ കർമ്മല രാജ്ഞി, ഞങ്ങളുടെ മാർഗദീപവും അഭയകേന്ദ്രവുമായ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. ഞങ്ങളുടെ മക്കളെ അമ്മയുടെ മക്കളായി സ്വീകരിക്കണമേ. ദൈവത്തിനും അങ്ങേക്കും വേണ്ടി ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ മക്കളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ട കൃപാവരം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി നേടിത്തരണമേ. ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ പാപാവസ്ഥയെയും പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ പരിത്യജിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ, ശരീരത്തെ അമ്മയുടെ വിമല ഹൃദയത്തിന് യോജിച്ചതാക്കി അമ്മയുടെ നീലാങ്കിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അമലോത്ഭവ ജനനി, മാധുര്യവും കരുണയും നിറഞ്ഞ കർമ്മല റാണി, അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയും ആയിരിക്കണമേ. ഉത്തരീയ ഭക്തിയിലൂടെ അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരുവാൻ ആഹ്വാനിച്ചത് അമ്മേ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധ കർമ്മലനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിത നവീകരണത്തിനായി തീവ്രമായ പ്രാർത്ഥനയും തപാനുഷ്ഠാനങ്ങളും നടത്തണമെന്നും ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കണമെന്നും അങ്ങേ മാതാവ് വഴി നിർദ്ദേശിച്ച കർത്താവേ, പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും വഴി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പ്രത്യേകിച്ചും അങ്ങേക്ക് യോഗ്യമായ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ. ആമേൻ.
നിത്യസഹായമരുളുന്ന കർമ്മലനാഥയുടെ മധ്യസ്ഥ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയെ നയിക്കുവാനും നവീകരിക്കുവാനും വിശദീകരിക്കാനും വേണ്ട വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും തിരുസഭയുടെ അധികാരികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അർപ്പണ മനോഭാവത്തോടും ത്യാഗസന്നദ്ധതയോടും കൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ധാരാളം പ്രേക്ഷിതരെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവന്റെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെയും സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്തരീയം ധരിച്ച് മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിച്ച് മരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചിപ്പിക്കുമെന്ന് അങ്ങേ മാതാവ് വഴി വാഗ്ദാനം ചെയ്ത കർത്താവെ, മരണം വഴി ഞങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഉപകാരികളുടെയും ഞങ്ങളുടെ യുവമക്കളുടെയും കുഞ്ഞുമക്കളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യകാരുണ്യശോയെ കർമ്മല മാതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥത്തില് ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കറയും ഏൽക്കാതെ, പാപത്തിന്റെ മാലിന്യം ഏൽക്കാതെ, ശരീരവും മനസ്സും ആത്മാവും എപ്പോഴും വിശുദ്ധിയിലായിരിക്കാൻ മാതാവിന്റെ ഉത്തരീയ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള് പരിശുദ്ധ കർമ്മല മാതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥത്തില് ദിവ്യാനുസരണത്തില് സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായി ഒരു നിമിഷം ഈശോയുടെ മുഖത്തേക്ക് നോക്കി സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അനന്തമായ അങ്ങയുടെ പരിപാലനയോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്നവനും ചോദിക്കുന്നവന് നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അണഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ വിജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തണമേ. യുവതി യുവാക്കളെ ഭക്തിതീഷ്ണതയിലും സന്മാർഗികതയിലും വളർത്തണമേ. ദരിദ്രരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗസൗഖ്യവും പ്രത്യാശയും നൽകണമേ. പാപസ്വാധീനത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കണമേ. ലൗകിക മോഹങ്ങളാൽ നയിക്കപ്പെടുന്നവർക്ക് സത്യപ്രകാശം തെളിച്ചു കാട്ടണമേ. വെറുപ്പും വിദ്വേഷവും മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് അങ്ങയുടെ സമാധാനം നൽകണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കർമ്മല മാതാവ് വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ പ്രതീകവുമായ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുക ഇല്ലെന്ന് വാഗ്ദാനം ചെയ്ത അമ്മയെ ആ വിശുദ്ധനോട് ചേർന്ന് നമുക്കും പ്രകീർത്തിക്കാം. കർമ്മലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സേ, നിത്യകന്യകയായിരുന്ന ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ മക്കളെ സഹായിച്ചു രക്ഷിക്കണമേ. ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ മക്കളുടെ
അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ആമേൻ. തന്റെ അമ്മയായ മറിയത്തെ മനുഷ്യവർഗത്തിന് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. പാപത്തിന്റെയും തിന്മയുടെയും മാനത്തിൽ നിന്നും സംരക്ഷിതമായ മറിയത്തിന്റെ മധ്യസ്ഥം എല്ലാ തിന്മകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ. നരകപിശാചിന്റെ തലയെ തകർത്ത മാതാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവിധ പൈശാചിക ശക്തികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ. ഉണ്ണീശോയെ സംരക്ഷിച്ച അമ്മ നിങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാ പൈശാചിക പീഡയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കർമ്മല മാതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥവും സംരക്ഷണവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ നിർവീര്യമാക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യാനുസരണത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. മക്കളെ, പരിശുദ്ധ കർമ്മല മാതാവിന് ശക്തമായ മാധ്യസ്ഥം നമുക്ക് നൽകിയ വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ്. അത് സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, അങ്ങനെ പിശാചിന് ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ശരീരങ്ങളായിട്ട്, അതിലൂടെ നശിപ്പിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ മക്കളുടെ ജീവിതം മാറാൻ പാടില്ല. അതിനുവേണ്ടി ദിവ്യാനീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാതാവിന്റെ ആരും നശിക്കത്തില്ല എന്നുള്ള വാഗ്ദാനത്തിന്റെ ഉത്തരീയ സംരക്ഷണം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇരു കാര്യങ്ങളും ഉയർത്തി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യസന്നിധിയിൽ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ മാതാവിന്റെ മധ്യസ്ഥത്തെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത്തിൽ, കർമ്മല മാതാവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കാം. പ്രിയപ്പെട്ടവരെ, കാർമൽ ധ്യാന കേന്ദ്രത്തില് ദിവസങ്ങൾ ഞാൻ പറഞ്ഞു, 6 മണിക്കാണ് വൈകിട്ട് വിശുദ്ധ കുർബാനയും നൊവേനയും. 15-ാം തീയതി വരെ നൊവേന, 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് തന്നെ മാതാവിന്റെ തിരുനാളും പ്രത്യേകമായിട്ടുള്ള ഒത്തിരി വെഞ്ചിരിച്ചുള്ള നൽകലൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് ആ ദിവസം സാധിക്കുന്ന മക്കളൊക്കെ വന്ന് ആഘോഷപൂർവ്വമായിട്ട് നമുക്ക് തിരുനാളിൽ പങ്കെടുക്കാനൊക്കെ ഇടയാകട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി, ഈ ആരാധന ശുശ്രൂഷകൾക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, വരുന്ന ധ്യാനങ്ങൾക്ക് വേണ്ടി 2-ാം ശനി കൺവെൻഷനാണ്. ഇവിടുത്തെ അടുത്ത ശനിയാഴ്ച അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ധ്യാനങ്ങൾ 17, 18, 19, പിന്നെ അടുത്ത ധ്യാനം 30, 1, 2. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. പക്ഷെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ.